കോഴിക്കോട് കള്ളന്തോട് എം.ഇ.എസ്. കോളേജിൽ വിദ്യാർത്ഥികൾ വീണ്ടും ഏറ്റുമുട്ടി. രണ്ടാം വർഷ വിദ്യാർത്ഥികളും മൂന്നാം വർഷ വിദ്യാർത്ഥികളുമാണ് തമ്മിലടിച്ചത്. പോലീസ് എത്തിയതോടെ വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസവും ഫെബ്രുവരി 7-നും കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, ഫെബ്രുവരി 7-ന് സംഘർഷമുണ്ടാകുന്നു. ഇപ്പോൾ ഇതാ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും സംഘർഷമുണ്ടാകുന്ന സാഹചര്യം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ കോളേജിൽ അക്രമം തടയാനുള്ള നടപടികൾ അവിടെ ശക്തമല്ലേ? തീർച്ചയായും ലക്ഷ്മി പത്മ, കഴിഞ്ഞ ആഴ്ചയും ഇതുപോലുള്ള ഒരു സംഘർഷാവസ്ഥ ഇതേ ക്യാമ്പസിൽ തന്നെ നമ്മൾ കണ്ടതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു പോലീസും അതോടൊപ്പം വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഗ്രൗണ്ടിൽ കൂടെ ഓടുന്നതും അവരെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്നാം വർഷം രണ്ടാം വർഷ വിദ്യാർത്ഥികളും മൂന്നാം വർഷ വിദ്യാർത്ഥികളും ഒക്കെ തമ്മിൽ സംഘർഷമാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇവിടെ രണ്ടാം വർഷ വിദ്യാർത്ഥികളും അതോടൊപ്പം മൂന്നാം വർഷ വിദ്യാർത്ഥികളും തമ്മിൽ അടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ സംഭവം പറഞ്ഞ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് 3 ജീപ്പോളം വരുന്ന പോലീസുകാർ ഈ ഒരു ക്യാമ്പസിന് അടുത്തേക്ക് വന്നപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ സംഘർഷം അവസാനിപ്പിച്ച് ഇവർ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും മറ്റു കേസുകളും ഒന്നും തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവർ കോളേജുകളിൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ സംഘർഷം അല്ലെങ്കിൽ മർദ്ദനം അതുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 7-ാം തീയതി ഉണ്ടായ അതേ പ്രശ്നത്തെ തുടർന്ന് തന്നെയാണ് വീണ്ടും ഇവിടെ ഒരു സംഘർഷം ഉണ്ടായത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഇപ്പോഴും ഈ ഒരു ക്യാമ്പസിൽ തുടരുന്ന സാഹചര്യമാണ്. അവരവിടെ ക്യാമ്പ് ചെയ്യുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥികളുടെ വാഹനങ്ങളൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ലക്ഷ്മി പത്മ.